നമസ്കാരം. എന്താണപ്പം എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമില്ല ഗൈസ്. അപ്പോൾ സുഖമില്ലാത്ത ഒരാൾ സുഖമാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. 2 ദിവസമായിട്ട് നല്ല പനിയാണ്. അത് കാരണം വീഡിയോസ് എടുക്കാൻ പറ്റാറില്ല, ഇടാൻ പറ്റാറില്ല. എന്ത് ചെയ്യാനാകും? അപ്പം ഇന്ന് ഞാനിങ്ങനെ നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ്റെ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. 2-3 വീഡിയോസൊക്കെ കണ്ടു. ചെയ്താലോ എന്ന് തോന്നി. അവസാനം തോന്നൽ മാറ്റി വെച്ച് ഞാൻ അത് ചെയ്യാതെ തീരുമാനിച്ച് അങ്ങോട്ട് ഇറങ്ങി. 2025 തുടങ്ങുന്നത് ഗോപൻ സ്വാമിനെ തുടങ്ങിയിട്ടാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐശ്വര്യമായിട്ട് ഗോപൻ സ്വാമിനെ പിടിച്ചങ്ങോട്ട് കയറാം. ഏത്? അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. നെയ്യാറ്റിൻകര തൊഴുക്കൽ പ്രദേശത്ത് വീടുകളിൽ അതിക്രമിച്ച് കയറുകയും യുവാക്കളെ മർദ്ദിക്കുകയും ചെയ്ത പ്രതിയെ പോലീസ് മാനസികാരോഗ്യ ആശുപത്രിയിലേക്ക് മാറ്റി. നെയ്യാറ്റിൻകര ചെമ്പരത്തിവള സ്വദേശി അനീഷാണ് പ്രദേശത്ത് പരാക്രമമുണ്ടാക്കിയത്. യുവാക്കളെ മർദ്ദിച്ചതിന് പിന്നാലെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിനുള്ളിൽ കയറിയെന്ന വിചിത്രവാദവും അനീഷ് ഉയർത്തിയിരുന്നു. ഇന്നലെ രാത്രി 12:30യോടെയാണ് ചെമ്പരത്തിവള സ്വദേശി അനീഷ് പെട്ടെന്ന് പ്രകോപിതനാകുകയും പ്രദേശത്തെ 3 വീടുകളിലേക്ക് അതിക്രമിച്ച് കയറുകയും ചെയ്തത്. വീട്ടിലെ യുവാക്കളെ മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ഇയാളുടെ മർദ്ദനമേറ്റ് 3 യുവാക്കൾക്ക് പരിക്കും സംഭവിച്ചു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ നെയ്യാറ്റിൻകര പോലീസ് അനീഷിനെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ എത്തി ചികിത്സ നൽകുന്നതിനിടയിലാണ് തന്റെ ശരീരത്തിൽ ഗോപൻ സ്വാമിയുടെ ആത്മാവ് കയറിയെന്ന് ഇയാൾ പലവട്ടം ആവർത്തിച്ചു പറഞ്ഞത്. എന്റെ രോമല്ല എഴുന്നേറ്റ് ഓടിയത്. നെയ്യാറ്റിൻകര ഗോപന്റെ ആത്മാവ് വരെ നാട്ടിലിറങ്ങി തുടങ്ങി. സ്വാമി ശരണം. അല്ല, ഗോപൻ സ്വാമി ശരണം. എൻ്റെ കർത്താവേ, ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാളെ ഒരു നോക്ക് കണ്ടിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതം ധന്യമായേനെ. ഞാൻ ഇന്നേ വരെ നിങ്ങളോട് പറയാത്തൊരു കാര്യം ഇപ്പോൾ പറയാണ്. നിങ്ങൾ തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്. നിങ്ങൾ ആരും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ താഴെ ലിങ്കുണ്ട്. ഒന്ന് കയറി നോക്കി കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫോളോ ചെയ്യുക. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി സമാധിയായതിനു ശേഷം സമാധിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആ പുണ്യപുരാതന പാവന ആത്മാവ് ഉയർത്തെഴുന്നേറ്റ് ഇപ്പൊ അനീഷ് എന്ന് പറയുന്ന ഒരു പുള്ളീന്റെ ശരീരത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി ഗോപൻ സ്വാമി അദ്ദേഹത്തിന്റെ ദൗത്യങ്ങൾ അനീഷ് വഴി നടപ്പിലാക്കും. ഗോപൻ സ്വാമിനെ കൊണ്ട് എന്തൊക്കെ ഉപകാരം ഉണ്ടായത്? സ്വന്തം മക്കൾക്കൊരു ബിസിനസ്സായി, നമ്മുടെ കളക്ടർ ഫേമസ് ആയി. പിന്നെ ഇപ്പൊ ഇതായി അനീഷ്. ഇനിയിപ്പോൾ അനീഷിന്റെ ദേഹത്ത് ഗോപൻ സ്വാമി കയറിയതുകൊണ്ട് ഇനിയിപ്പോൾ ആ വഴി വേറെ പല കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇല്ല എന്ന് തള്ളിക്കളയാൻ സാധിക്കില്ല. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം വെച്ചിട്ട് പുള്ളിക്കാരുടെ ചിലപ്പോൾ ആ പ്രദേശത്ത് ആ 3 വീട്ടിൽ ആ 3 പയ്യന്മാരോട്, ഈ പുരുഷന്മാരെയാണല്ലോ ഉപദ്രവിച്ചിട്ടുള്ളത്, സ്ത്രീകളെ അല്ലല്ലോ. എന്തായാലും നമ്മളെ ഗോപൻ സ്വാമിക്ക് സ്ത്രീകളോട് നല്ല മര്യാദ ഉണ്ട് എന്ന് ഈ ഒരു ഇൻസിഡന്റ് മനസ്സിലാക്കും. ആ വീട്ടിലെ പുരുഷന്മാരെയാണ് ഗോപൻ സ്വാമിയുടെ ആത്മാവ് പ്രവേശിച്ച് അനീഷ് ഉപദ്രവിച്ചിട്ടുള്ളത്. അനീഷ് എന്ന് പറയുന്ന ആ 3 വീട്ടിൽ ആ പയ്യന്മാരോട് എന്തോ ചൊരുക്കുണ്ട്. ആ ചൊരുക്ക് ഗോപൻ സ്വാമിന്റെ ആത്മാവിനെയും കൂട്ടി വിളിച്ച് പുള്ളി അതങ്ങ് നടപ്പിലാക്കി. അങ്ങനെ വേണം കാണാൻ. ഈ ഗോപൻ സ്വാമി ഇൻസിഡന്റ് നമ്മൾ കേൾക്കാത്ത കാര്യമൊന്നുമല്ല. മക്കളും ഭാര്യയും കൂടെ ഈ കിടപ്പിലായ പുള്ളിക്കാരൻ നടന്നു വന്ന് അവിടെ സമാധി പീഠത്തിൽ ഇരുന്ന് സമാധിയായി ലേശം കോൺക്രീറ്റ് വെച്ചിട്ട് അത് സ്ലാബ് വാർത്ത് ഇട്ടു. ഇതൊക്കെ നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നടക്കാൻ പോലും വയ്യാന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുള്ളിക്കാരൻ 2 ബ്ലോക്ക് ഉണ്ട്, പിന്നെ ഷുഗർ പേഷ്യൻ്റ് ആണ്, കാലിൽ മുറിവുണ്ട്. അങ്ങനെ 100 കൂട്ടം സൂക്കേട്ടുള്ള ഒരാൾ കിടക്കേന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ഒരാൾ. പുള്ളി നടന്നു വന്ന് അവിടെ വരെ സമാധിയായിരുന്നു. അവർ പറയുന്നത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ആൻസറുകൾ, ഭയങ്കര വൈരുദ്ധ്യങ്ങളുണ്ട്. അങ്ങനെ ഒരു പുള്ളിക്കാരൻ സമാധിയായി, നാട് മുഴുവൻ ആ ഒരു പരിപാടി നല്ല ഗ്രാൻഡാക്കി, മക്കൾക്ക് സ്വന്തമായിട്ട് 2 ബിസിനസ്സും തുടങ്ങി കൊടുത്തു. ഇനി ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. കിടപ്പ് രോഗി എങ്ങനെ എഴുന്നേറ്റ് നടന്നു വന്ന് സമാധി പീഠത്തിൽ ഇരുന്നു എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. എന്തായാലും നമുക്ക് വീഡിയോന്റെ ബാക്കി കാണാം. പറഞ്ഞു നമ്മൾ എവിടെ എത്തി. താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ എത്തി ചികിത്സ നൽകുന്നതിനിടയിലാണ് തന്റെ ശരീരത്തിൽ ഗോപൻ സ്വാമിയുടെ ആത്മാവ് കയറിയെന്ന് ഇയാൾ പലവട്ടം ആവർത്തിച്ചു പറഞ്ഞത്. ഗോപൻ സ്വാമിന്റെ ആത്മാവ് തന്നെയാണ് കയറിയതെന്ന് എങ്ങനെ ഇത്ര വ്യക്തമായിട്ട് പറയാൻ സാധിച്ചു? ഗോപൻ സ്വാമിന്റെ ആത്മാവ് നല്ല ലൈവായിട്ടാണോ എഴുന്നേറ്റ് വന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി തീ, പുക, വെടി, അങ്ങനത്തെ എന്തെങ്കിലും ഒച്ച, ബഹളം, കാറ്റ്, അങ്ങനെ എന്തെങ്കിലും വഴിയാണോ? അല്ല, ഞാൻ ഈ സാധനം ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞാൻ എൻ്റെ 24 വർഷത്തെ ജീവിത പരിചയത്തിൽ ഇന്നേ വരെ ഞാൻ ഇങ്ങനൊരു സാധനമേ കണ്ടിട്ടില്ല. കുറേ ആൾക്കാർ പറഞ്ഞു, ഫീലും ചെയ്തിട്ടില്ല. എന്തൊക്കെ കാണണോ അല്ലേ എൻ്റെ അനീഷേ. ആശുപത്രിയിലും ഇയാൾ അക്രമസക്തമായി പെരുമാറിയിരുന്നു. തുടർന്ന് പോലീസുമായി പിടിവലി ഉണ്ടായതിന് പിന്നാലെ കൂടുതൽ അപകടകാരിയായി മാറുമെന്ന് കണക്കാക്കി ഇയാളുടെ കൈയും കാലും ബന്ധിച്ച് ആംബുലൻസിൽ കയറ്റി തിരുവനന്തപുരം മാനസികരോഗ ആശുപത്രിയിലേക്ക് മാറ്റി. നിങ്ങൾ ഇതൊന്നൊരു കാര്യം വളരെ വ്യക്തമാക്കണം. നമ്മൾ ആത്മാവ് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന് പവർ ഇല്ല കേട്ടോ. ഗോപൻ സ്വാമിന്റെ ആത്മാവ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും ആശുപത്രിയിൽ നിന്നും അയാൾ അക്രമാസക്തനാവാൻ വേണ്ടി ശ്രമിച്ചു. പോലീസുകാർക്ക് അങ്ങനെ ഫീൽ ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മായാവിയായി പോയില്ല? അല്ലെങ്കിൽ എന്തെങ്കിലും
സൂപ്പർ നാച്ചുറൽ പവറുകൾ യൂസ് ചെയ്തുകൂടാ? ഒരു ദുരാത്മാവല്ലേ? അല്ല സോറി, ഒരു സ്വാമിയുടെ ആത്മാവല്ലേ? അപ്പോൾ നോട്ട് ദ പോയിന്റ്. നമ്മുടെ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആത്മാവിന്, അനീഷിന്റെ ദേഹത്ത് കയറിക്കൂടിയ ആത്മാവിന് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഒന്നുമില്ല. നോട്ട് ദ പോയിന്റ്. അതേസമയം യുവാക്കളെ ഉപദ്രവിച്ചതിനും വാഹനങ്ങൾ കേടുവരുത്തിയതിനും നെയ്യാറ്റിൻകര പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വെയിറ്റ്, കേസ് അനീഷിന്റെ പേരിലെടുക്കൂ, ഗോപൻ സ്വാമിന്റെ പേരിലെടുക്കൂ? ഇവരിപ്പോൾ രണ്ടല്ല, ഒന്നാണ്. രണ്ടാളും കൂടെ ഒന്നിലാണ്. ഗോപൻ സ്വാമി സമാധിയായി നിങ്ങൾ ഇത്രയും പൂജയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പുള്ളിക്കാരനെ സമാധി വീട് ഉണ്ടാക്കി ഒരു അമ്പലം പോലെ പണിത് ഇപ്പോൾ അവിടെ അവരുടെ ബിസിനസ് പച്ച പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഗോപൻ സ്വാമിന്റെ ആത്മാവല്ല ഇത് ചെയ്തതെന്ന് പോലീസ് എങ്ങനെ തെളിയിക്കും? ഇനി അഥവാ ആത്മാവ് തന്നെയാണെങ്കിൽ ഈ പാവം പിടിച്ച അനീഷ് ഈ നഷ്ടപരിഹാരമൊക്കെ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ചേടാ, ഈ ഗോപൻ സ്വാമി ആള് കൊള്ളാലോ. ഇത് മിക്കവാറും അവരുടെ മക്കളെ തലയിൽ തന്നെ വരും. ഗോപൻ സ്വാമിന്റെ ആത്മാവ് ചെയ്തതുകൊണ്ട് സാധാരണ മക്കൾ ചെയ്തതിന് പാരൻസ് ചെയ്തതിന് മക്കളും നഷ്ടപരിഹാരം നൽകുന്നതാണല്ലോ നാട്ടിലൊരു വെപ്പ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗോപൻ സ്വാമീൻ്റെ മക്കളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഇറങ്ങും. ഇന്നിപ്പോൾ അനീഷിന്റെ ദേഹത്താണെങ്കിൽ നാളെ വേറെ ആരുടെയൊക്കെ ദേഹത്ത് കയറുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ സാധനങ്ങൾ മുഴുവൻ അവർ നശിപ്പിക്കുകയാണെങ്കിൽ ഗോപൻ സ്വാമിൻ്റെ മക്കൾ വീട് വിൽക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഇത് വാടക വീടാണോ? ഓ, ഞാൻ മറന്നുപോയി ഗൈസ്. അവർ നിൽക്കുന്ന വാടക വീട്ടിലായിരുന്നോ? ഓർമ്മയില്ല. അനീഷ് പ്രദേശത്തെ ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നാണ് പ്രാഥമിക വിവരം. ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. എന്നാലും ഗോപൻ സ്വാമി വല്ലാത്തൊരു സ്വാമി തന്നെ. ഇതിപ്പോൾ പ്രേതവുമല്ല ദൈവവുമല്ല എന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്, രണ്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അനീഷും ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ഇനി ഇത് ഇവരൊരു എന്താണ് ബിസിനസ് നയം, സമ്പ്രദായം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്ക് എന്തെങ്കിലും ആയിരിക്കുമോ? എനിക്കറിയില്ല. എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. നമുക്ക് വേറൊരു വീഡിയോ കാണാം. ഞാൻ 4-5 ദിവസം മുമ്പ് ഉള്ളൊരു ന്യൂസാണ്. നമ്മളെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ വന്നല്ലോ, അപ്പോൾ അവരുടെ ഒരു ഫാമിലി കോൺഫറൻസ് ആണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അല്ല, അദ്ദേഹം സമാധിയായിരുന്നു. നടന്നു വരുന്നത് എല്ലാ ദിവസവും നടന്ന് ഈ കോവിൽ വരുമായിരുന്നല്ലോ. എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുമായിരുന്നു. ഓക്കെ, നടന്നു വരാൻ എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടേക്ക് ഇങ്ങനെ നടന്നു വരുമായിരുന്നു എന്നാണ് ഈ പുള്ളി പറയുന്നത്. ഇയാളാരാ? എല്ലാ വീഡിയോയിലും കാണാലോ. മെയിനാവാണ്, വേറൊന്നുമല്ല. 4 മീഡിയയും വാർത്തയും ന്യൂസ് ചാനലൊക്കെ കാണുന്ന സമയത്തൊന്നും മെയിനാവാണ്. എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുമായിരുന്നു. അവർ തൊട്ടടുത്തിരുത്തിയിട്ടാണ് ഇങ്ങനത്തെ പൊട്ടത്തിനെ വിളിച്ചു പറയുന്നത്. സത്യത്തിൽ നിങ്ങൾ ഈ ഗോപൻ സ്വാമിനെ കണ്ടിട്ടുണ്ടോ? എന്റെ സംശയം അതാണ്. ഇവര് പറയുന്നിട്ടില്ലേ വടിയൊന്നും ഊന്നി പിടിച്ച് അവർ നടന്നിട്ടില്ല. ഇന്നേ വരെ വടി ഗോപൻ സ്വാമി കൈകൊണ്ട് തൊട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ പറയും വടി ഊന്നി അമ്പലത്തിൽ വെന്നൂന്ന്? കാര്യം അറിയില്ലെങ്കിൽ ആ സീറ്റിൽ നിന്ന് മാറിപ്പോയിരിക്കണം പ്ലീസ്. അവർ സംസാരിക്കട്ടെ. അയ്യോ ഗൈസ്, ആ ഇരിപ്പ് നോക്കിക്കേ, എളിഞ്ഞ് തേഞ്ഞ് ആ ഒരു ഇരിപ്പാണ്. ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം യെസ്, ആരോഗ്യത്തിനൊന്നും ഒരു കുറവുമില്ല. നമ്മുടെ ഡീൻ ആംബ്രൂസ്, റോമൻ റെയിൻസ് ഒക്കെ തോറ്റുപോകും ഗോപൻ സ്വാമിന്റെ ഈ ഒരു വയസ്സിലും. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെ ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ലാത്ത പുള്ളിയാണ്, വലിയ പുള്ളിയാണ്. ശരീരപുഷ്ടിയും ഒരു കുറവില്ല. എന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ചക്കുറവ്, പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല, അത്ര വ്യത്യാസമുള്ള. അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്തായ ആഹാരം തന്നെ അവർ കഴിച്ചത്. നന്നായിട്ട് നല്ല സ്മൂത്തായ ആഹാരം തന്നെയാണ് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കെലോഗ്സ് ഓട്സ്, മിൽക്ക്, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഈ പുള്ളിക്കാരിനെ കാണുന്നത് എനിക്ക് എന്താ ഓർമ്മ വരുന്ന അറിയോ? സമാധി സമാധി സമാധി. ഈ ഒരു സാധനമാണ് ഈ പുള്ളിക്കാരിനെ കാണുമ്പോൾ തലയിൽ ആദ്യം വരുന്നത്. ബാക്കില് ഒരിക്കലും ഇല്ല, ഒരിക്കലും ഒരു കൊതുക് കടിക്കാനാണ് ഞങ്ങൾ അനുവദിച്ചിട്ട്. അത്ര നല്ല രീതിയിലാണ് ദിവസം. ഒരു കൊതുക് കടിക്കാൻ പോലും ഗോപൻ സ്വാമിനെ സമ്മതിക്കാത്ത ഇവർ എങ്ങനെ ഗോപൻ സ്വാമിനെ സമാധിയാക്കി? അല്ല അമ്മച്ചി എന്നതിനും കൊതുകിന്റെ പുറകെയാണോ ഗോപൻ സ്വാമിനെ കടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി? അല്ലെങ്കിൽ 24 മണിക്കൂർ ഗോപൻ സ്വാമിന്റെ കൂടെ തന്നെയാണോ കൊതുക് കടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി? അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വല്ല ഡിറ്റക്ടറും ഉണ്ടോ കൊതുക് കടിക്കുന്നുണ്ടോ ഇല്ലേന്ന്? അല്ലെങ്കിൽ ഗോപൻ സ്വാമിന്റെ ശരീരത്തിൽ കൂടെ ഓടുന്നത് ബ്ലഡ് അല്ലേ കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടി? ഒരു കൊതുക് പോലും ഗോപൻ സ്വാമിനെ ഇന്നേ വരെ കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. ഇതൊക്കെ കുറച്ച് കൂടുതലാണ് അമ്മച്ചി. There was no injury to deeper structures including skeleton. എല്ലാവരും ചോദിക്കണേ,
ചതവുകളുണ്ട്. പക്ഷെ അത് മരണ കാരണമല്ല. പക്ഷേ ചതവുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ചതവുകളെന്നാണ്. ചവിട്ട് തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരാണ്, ഒരു കൂലിപ്പണി വിറക് ചെയ്യുന്നവർക്ക് മുറിക്കുന്ന ആളാണ്, വിറക് തോളിലെടുക്കുന്ന ആളാണ്. ഈ തോളില് മരം തടിയെടുത്ത് ചുമന്ന് ഉൾപ്പെടെ ആ ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം നിലനിർത്തി നിങ്ങൾ ജീവിച്ചില്ല. കോപ്പാണ് ഹിന്ദു ധർമ്മം, സമാധാന ധർമ്മം, സനാതന ധർമ്മം, സംതിങ് ലൈക്ക് ദാറ്റ്. ഹിന്ദുക്കൾ എന്നോട് ക്ഷമിക്കണം, ഹിന്ദു സഹോദരങ്ങൾ ക്ഷമിക്കണം. ഈ വക കാര്യങ്ങളിലൊന്നും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ. എന്ത് പറഞ്ഞാലും ഒരു ഭഗവാനെയും ശിവനെയും കൂട്ടുപിടിച്ചിട്ടോ ഹിന്ദുക്കളെ ധർമ്മത്തിനെയും കാര്യങ്ങളെയും ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും കണക്ട് ചെയ്തിട്ടല്ലാണ്ട് ഇവർക്ക് ഈ ക്രൈം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മൂടാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഗോപൻ സ്വാമിന്റെ ഡെത്ത് നാച്ചുറൽ ഡെത്ത് ആണെങ്കിലും സമാധി ആക്കിയത് അത് പുള്ളി ഏതോ കാലം പറഞ്ഞ് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഏത് വഴി നോക്കിയാലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് എന്തോ കാര്യമായിട്ടൊരു പങ്കുണ്ടില്ല എന്ന് ഞാൻ പറയില്ല. കഷ്ടപ്പെട്ട് യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം സൈക്കിൾ ചവിട്ടി വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങൾ ത്യാഗം സഹിച്ച് ആണ്. സ്മോൾ മിസ്റ്റേക്ക്. സൈക്കിൾ ചവിട്ടിയിട്ട് വിറക് കീറിയതല്ല, വിറക് കീറി സൈക്കിൾ ചവിട്ടി ഹോട്ടലുകളിൽ കൊണ്ടു കൊടുത്ത്, അങ്ങനെ വേണം പറയാൻ. ഇതിലിപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പോലീസ് തന്നെ കിട്ടും. അല്ല, അതല്ല. നേരത്തെ ഈ ചതവും മുറിവൊക്കെ ഉണ്ടായിരുന്നു ശരീരത്തിൽ. പിന്നെ മരം വെട്ടാറിന് പിന്നെ എന്തിനും വരില്ല. അങ്ങനെയൊന്നും സംഭവമൊന്നുമില്ല. ഇത് ഇങ്ങനെയൊന്നും അല്ലടാ, കറക്റ്റാണ്. ബാക്കി ആ പുരുഷഗണങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് മാറിയിരുന്നു. ആ അമ്മച്ചി വൃത്തിക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞു തരും. നിങ്ങൾ ഈ അമ്മച്ചി സത്യം പറയുന്നതൊക്കെ നിങ്ങൾ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങളെല്ലാവരും മാറിയിരി, നിങ്ങളൊക്കെ ഫ്രെയിം ഔട്ടാണ്. അമ്മച്ചിയാണ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മച്ചിനെ മാത്രം ഇരുത്തിയാൽ മതി ഇനി ഇന്റർവ്യൂക്കൊക്കെ. നിങ്ങൾക്ക് എന്താ അറിയാം ഗോപൻ സ്വാമിനെ കുറിച്ചിട്ട്? ഒന്നും അറിയില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗോപൻ സ്വാമി സമാധിയായി. സമാധിയിൽ നിന്ന് അവരുടെ ആത്മാവ് പുറത്തെത്തി അനീഷിന്റെ ദേഹത്ത് കയറി. അനീഷ് 2-3 വീടുകളിൽ നാശനഷ്ടമുണ്ടാക്കി. ശേഷം ബാധ പോയോ ഇല്ലെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ചിലപ്പോൾ അനീഷിന്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ ഏരിയയിലോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകാം. ഇനി ആരുടെയും ദേഹത്ത് ഗോപൻ സ്വാമി കയറാതെ നോക്കുക. ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഇവിടെ എങ്ങാനും വരുമോ? വല്ല ചൂലോ ചെരുപ്പോ അല്ലെങ്കിൽ എന്താ പറയുക വെളുത്തുള്ളിയോ ദൈവങ്ങളെ ഫോട്ടോ കർത്താവ് മാതാവും ഉണ്ട്. തൽക്കാലം അത് മതി. ഇവരെല്ലാവരും ഒന്ന് അടുത്ത് വെച്ചിട്ട് കിടക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇവിടെ എങ്ങാനും വന്നാലോ എന്ത് ചെയ്യും? അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഒരു മുൻകരുതലൊക്കെ ആയിട്ട് വീട്ടിൽ സേഫായിട്ട് ഇന്ന് രാത്രി കിടന്നുറങ്ങുക. ഗോപൻ സ്വാമിയുടെ പ്രേതം വരാതിരിക്കാൻ വേണ്ടി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കൂടെ കൂടിക്കോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.